എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു വിഷുദിനം കൂടി കടന്നു വരികയായി. വിഷു എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു ഉത്സവമാണ്. വിഷവം എന്ന വാക്കിൽ നിന്നാണ് വിഷു ഉണ്ടായത്. അതിൻ്റെ അർത്ഥം തുല്യമായത് എന്നാണ്. രാവും പകലും തുല്യമായത് എന്നുള്ള അർത്ഥത്തിലാണ് വിഷു ആഘോഷിക്കപ്പെടുന്നത്. ഭാരതീയ കാലഗണന അനുസരിച്ച് മേടം 1-ാം തീയതി വിഷു ആയി ആഘോഷിക്കപ്പെടുന്ന ദിവസം അത്തരത്തിലൊന്നാണ് എന്നാണ് നമ്മുടെ കണക്ക്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക ഉത്സവം എന്നുള്ള നിലയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളം കൃഷി ആധാരിതമായിട്ടുള്ള ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നത് കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ കാർഷിക ഉത്സവം എന്നുള്ള നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഈ വിഷുവിന് ശേഷം സമൃദ്ധി, സന്തോഷം, അങ്ങനെ വസന്തത്തിൻ്റെ നാളുകൾ വരികയായി. അങ്ങനെ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് ഈ വിഷു വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിച്ചു വരുന്നത്. അങ്ങനെ വറുതിയുടെയും വിഷമാവസ്ഥയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ കാലം വിട്ട് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു കാലത്തിലേക്ക് കടന്നു പോകുന്ന ഉത്സവമാണ് വിഷു. ഓരോ ഉത്സവവും ഓരോ സന്ദേശമാണ് പകർന്നു നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ തന്നെ ധാരാളം ഉത്സവങ്ങൾ നടന്നു വരുന്നുണ്ട്. കൊച്ചു കൊച്ചു ഗ്രാമപ്രദേശത്തിൽ നടക്കുന്ന ഉത്സവങ്ങൾ മുതൽ 108 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളകൾ വരെ നടക്കുന്ന നാടാണ് നമ്മുടെ. ഓരോ ദിവസവും ഉത്സവമാണ്, ഓരോ ദിവസവും സന്തോഷപ്രദായകമാണ്. അത് ഈ നാടിൻ്റെ ജനതയുടെ ഒരു സ്വഭാവ വിശേഷമാണ്. 365 ദിവസവും വർഷം മുഴുവൻ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു പ്രേരണ നൽകുന്ന ഉത്സവങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ ഉത്സവങ്ങളെല്ലാം സമൂഹത്തിൻ്റെ മനസ്ഥിതിയെ മാറ്റിമറിക്കുക. അതുകൊണ്ട് തന്നെ ഉത്സാഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ ഈ ഉത്സവങ്ങളെല്ലാം ജനങ്ങൾക്ക് പ്രേരണ നൽകുന്നു. ഇപ്പോൾ നമുക്കറിയാം, കൊടുങ്ങല്ലൂർ ഉത്സവം കഴിഞ്ഞ് നട അടച്ചിരിക്കുകയാണ്. മീനമാസത്തിലും കുംഭമാസത്തിലുമായി ഭരണിനാൾ പ്രധാനീകരിച്ചുകൊണ്ട് ദേവീക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവം നടന്നു. അതുപോലെ മറ്റു ഉത്സവങ്ങളിലെല്ലാം, മറ്റു സ്ഥലങ്ങളിലെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള നിലയിൽ ജനപങ്കാളിത്തത്തോടുകൂടി വലിയ ഉത്സവങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ വലിയ മഹാക്ഷേത്രങ്ങളിലുമൊക്കെ നടന്നു വരികയാണിപ്പോൾ. ഈ ഉത്സവങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഉത്സാഹഭരിതരായി മാറുക. അതുപോലെ തന്നെയുള്ള ഒരു ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഉത്സവവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഭാവിയിലേക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള പ്രേരണ നൽകുകയും ചെയ്യുക. അതുപോലെ വിഷുവും ഒരു ഉത്സവം, അത്തരത്തിലുള്ള ഒരു സമൃദ്ധിയുടെ ഉത്സവമാണ്. ആ വിഷു ഉണ്ടായി വന്ന വിഷുവിനെക്കുറിച്ച് അനേകം ഐതിഹ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രബലമായിട്ടും പ്രാധാന്യമുള്ള ഒരു ഐതിഹ്യം, ഭൂമിദേവിയുടെ പുത്രനായിട്ടുള്ള നരകാസുരൻ ഭൂമിയിൽ മുഴുവൻ തന്നെ ജനങ്ങളെ മുഴുവൻ കണ്ടമാനം ഉപദ്രവിക്കുകയും മനുഷ്യരെ മാത്രമല്ല ദേവന്മാരെയും ഒക്കെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ദമം ശമിപ്പിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ടായി. കാരണം ദേവേന്ദ്രൻ്റെ പോലും വെൺകൊറ്റപ്പടയും വെൺകൊറ്റക്കുടയും അതുപോലെ തന്നെ വെൺചാമരവും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്യഭാമ സമേതനായി ഗരുഡൻ്റെ പുറത്ത് വന്ന് ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള പ്രാഗ്ജ്യോതിഷത്തിൻ്റെ മുമ്പിൽ വന്ന് യുദ്ധം ചെയ്യുന്നു. അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം പുറത്തു വരുന്നു. അദ്ദേഹം ഈ സമയത്ത് 16,000-ലധികം വരുന്ന സ്ത്രീജനങ്ങളെ നിഷ്ഠൂരമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന സമയമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനുമായി യുദ്ധം ചെയ്ത് നരകാസുരനെ തോൽപ്പിച്ച് വധിച്ച് ഈ 16,000 പേർക്ക് മുക്തി കൊടുത്ത ഒരു സന്തോഷത്തിൻ്റെ ദിവസം കൂടിയിട്ടാണ് ഈ വിഷു എന്ന് പറയുന്നത്. രാമായണവുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ഓരോ നമ്മുടെ പുരാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംഭവങ്ങൾ വിഷുവിനെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ട്. രാമായണത്തിൽ വരബലമുള്ള രാവണൻ എല്ലാ നവഗ്രഹങ്ങളെ ഉൾപ്പെടെ എല്ലാവരെയും അധീനതയിലാക്കി വച്ചിരിക്കുകയാണ്. തനിക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സൂര്യന് പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരാൻ ഭയമുണ്ടായിരുന്ന കാലത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ച് അതിനുശേഷം സൂര്യൻ ഉയർത്തെഴുന്നേറ്റ് കൃത്യമായി ഉദിച്ച ദിവസവും കൂടിയാണ് വിഷു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിഷുവിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും.
വിഷുവിനെ സംബന്ധിച്ചിടത്തോളം വിഷുവിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രത്യേകതകളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് വിഷുക്കണി. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനേകം വസ്തുക്കൾ ഒരുമിച്ച് വെച്ച് രാവിലെ ഉണർന്നെഴുന്നേറ്റ് അതിനെ കണി കാണുക എന്ന് പറയുന്ന വിഷുക്കണി എന്ന് പറയുന്നത് അത്യധികം ഒരു സൈക്കോളജിക്കലായിട്ടുള്ള വലിയൊരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരുകയാണ്. പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കൊണ്ട് മനസ്സ് വിഷമിച്ച് ജീവിക്കുന്ന ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിപരമായിട്ടും അവരുടെ ജീവിതത്തിൽ വിഷുക്കണി കാണുന്നതോടുകൂടി, കാരണം വിഷുവിൻ്റെ കണിയിൽ ഒരുക്കിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ നമുക്ക് സന്തോഷം വരുന്ന സാധനങ്ങളാണ്. അതെല്ലാം കാണുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പ്രേരണ നൽകുന്ന ഒന്നായി മാറിയിരിക്കുന്നു വിഷുക്കണി. പ്രത്യേകിച്ച് വീടുകളിൽ എല്ലാവരും വിഷുക്കണി ഒരുക്കാറുണ്ട്. വീട്ടിലെ അംഗങ്ങൾ അത് കാണാറുണ്ട്. വീട്ടിലെ അംഗങ്ങൾ മാത്രമല്ല, പക്ഷി മൃഗാദികളെയും അതുപോലെ വൃക്ഷലതാദികളെയും ഒക്കെ തന്നെ ഈ വിഷുക്കണി കാണിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാ ഉത്സവങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കേവലം മനുഷ്യനെ മാത്രമല്ല, അവർ പക്ഷി മൃഗാദികൾ, വൃക്ഷലതാദികൾ, ചരം അചരം എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിത ശൈലിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു ജീവിത ശൈലിയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് പൊന്നപ്പൂ എന്ന് പറയുന്നത്. പൊന്ന എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു ചെറിയ ഫലം പോലും നൽകുന്നില്ല, ഒരു മധുരമുള്ള ഒന്നും അത് നൽകുന്നില്ല, വിൽപ്പനയ്ക്കുള്ള ഒരു വസ്തുവും അതിൽ നിന്ന് നമുക്ക് കിട്ടാനില്ല. ഈ കണിക്കൊന്ന എന്ന് പറയുന്ന സാധനം അതിൻ്റെ പൂവെടുത്ത് നമ്മൾ വിഷുവിൻ്റെ അന്നത്തെ ദിവസം ഈ നമ്മുടെ കാണത്തക്ക രീതിയിൽ അത് നമുക്ക് പ്രേരണാദായകമായിട്ട് വിഷു കണിയുടെ ഭാഗമായിട്ട് പ്രധാന ഭാഗമായിട്ട് നമ്മൾ ഒരുക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകളൊക്കെ ഉണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ വിഷുക്കണി, അതുപോലെ തന്നെ ഒന്നാണ് വിഷു കൈനീട്ടം. എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുത്ത് സന്തോഷകരമായിട്ടുള്ള ധനസമൃദ്ധിയെ കൂടി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതിനും കൂടി ഉള്ള തുടക്കം എന്നുള്ള നിലയിലാണ് വിഷുക്കണിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വിഷുക്കണി, അതുപോലെ തന്നെ വിഷു കൈനീട്ടം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വിഷു ആഘോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷദായകമാണ്, ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രേരണാദായകമാണ്. അതുകൊണ്ട് ഇത്തവണത്തെ വിഷു എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.